ഇതെന്താ സർസിപ്പിയുടെ ഭരണമോ കേരളത്തിൽ? വിദേശകാര്യ വകുപ്പൊക്കെ വെക്കാൻ സ്വതന്ത്ര അമേരിക്കൻ മോഡൽ സ്വതന്ത്ര തിരുവിതാംകൂർ ഭരണമോ? ഇതിന് ഇതിന്റെ ആവശ്യം? ഇങ്ങനെ ഒരു വകുപ്പും കൂടെ സൃഷ്ടിച്ച് അധിക ബാധ്യതകൾ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? കേന്ദ്രത്തിലുണ്ടല്ലോ ഭംഗിയായിട്ട് നടക്കുന്ന ആ, ഒരു സംവിധാനം അവിടെ ഇല്ലേ? പിന്നെന്തിനാ നമ്മളിവിടെ ബാധ്യത ഏറ്റെടുക്കുന്നത്? അത് വിദേശ രാജ്യങ്ങളുമായിട്ട് നേരിട്ട് അങ്ങ് ബന്ധപ്പെടാം. രാജേന്ദ്രൻ, ഇന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ബഡ്ജറ്റ് കേന്ദ്രത്തിന്റെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. പക്ഷേ കേരളത്തിന് വളരെ നിരാശയാണ്, വട്ടപൂജ്യമാണ് കിട്ടിയിരിക്കുന്നത്. കാരണം 2 MP കേരളത്തിൽ നിന്നും ലോക്സഭയിൽ മോദിയുടെ അടുത്തിരിപ്പുണ്ട്. എന്നിട്ട് പോലും ഒരു ട്രെയിൻ പോലും പ്രഖ്യാപിച്ചിട്ടില്ല. ആ ട്രെയിൻ പ്രഖ്യാപിച്ചത് തന്നെ എല്ലാം വന്നിട്ടില്ലല്ലോ. വന്ദേ ഭാരതത്തിന്റെ ഒരെണ്ണം കൂടെ വരേണ്ടതല്ലേ? അതും വന്നിട്ടില്ലല്ലോ. ഈ പ്രഖ്യാപനം കൊണ്ട് കാര്യമില്ല. നമുക്ക് നേരത്തെ പ്രഖ്യാപിച്ചത് വാങ്ങിക്കുക എന്നുള്ളതാണ്. അതുപോലും നടക്കുന്നില്ലല്ലോ. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇതുവരെ വന്നു. അപ്പൊ അതിനൊന്ന് ഉത്സാഹിച്ച് എല്ലാവരും കൂടെ അത് വരുത്തണം. അല്ല കേരളത്തിന് പ്രത്യേക പാക്കേജ് ചോദിച്ചാൽ കിട്ടാൻ സാധ്യതയില്ല. കാരണം കേരളം സമയത്തിനൊന്നും കണക്ക് കൊടുക്കുകയില്ല. കണക്ക് കൊടുക്കാതെ ഒരു ഉടായ്പ് കാണിക്കുക. പിന്നെ കിഫ്ബി എന്നും പറഞ്ഞ് കൂടുതൽ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, സത്യസന്ധമല്ലാത്ത മാർഗങ്ങളിൽ കൂടി നിയമം മറികടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ അതിന്റെ ഒരു നല്ല പട്ടികയിൽപ്പെട്ട സംസ്ഥാനമല്ല കേന്ദ്രത്തിന്റെ കണക്ക് നോക്കുന്നവരുടെ. രാഷ്ട്രീയമല്ലതിൽ കണക്ക് നോക്കുമ്പോൾ നല്ല ഒരു ചൂടുവെപ്പുകളല്ല കേരളം നടത്തുന്നത്. ഇപ്പൊ തന്നെ പുതിയ IAS ഉദ്യോഗസ്ഥനെ വിദേശകാര്യങ്ങളുടെ ചുമതലയുള്ളതായിട്ട് വെച്ചിരിക്കും. ഇതെന്താ സർസിപ്പിയുടെ ഭരണമോ കേരളത്തിൽ? വിദേശകാര്യ വകുപ്പൊക്കെ വെക്കാൻ സ്വതന്ത്ര അമേരിക്കൻ മോഡൽ സ്വതന്ത്ര തിരുവിതാംകൂർ ഭരണമോ? ഇതിന് ഇതിന്റെ ആവശ്യം? ഇങ്ങനെ ഒരു വകുപ്പും കൂടെ സൃഷ്ടിച്ച് അധിക ബാധ്യതകൾ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? കേന്ദ്രത്തിലുണ്ടല്ലോ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു സംവിധാനം അവിടെ ഇല്ലേ? പിന്നെന്തിനാ നമ്മളിവിടെ ബാധ്യത ഏറ്റെടുക്കുന്നത്? അത് വിദേശ രാജ്യങ്ങളുമായിട്ട് നേരിട്ട് അങ്ങ് ബന്ധപ്പെടാൻ പറ്റും. മുഖ്യമന്ത്രിക്കോ കുടുംബത്തിനോ ഒക്കെ വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ടുകൂടെ? അതിന് വേണ്ടി ഒരു വകുപ്പ് കേരളത്തിന്റെ ഇടയിലാണ്. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ സഹായങ്ങൾ പ്രഖ്യാപിച്ചായിരുന്നു. ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചായിരുന്നു. പക്ഷെ ഇത് ശരിയായ വിധത്തിലാണോ ചെലവാക്കുന്നതെന്നുള്ള വലിയൊരു പ്രശ്നമില്ലേ? ഇതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലേ? അതെല്ലാം വളരെയധികം സംശയകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ ശരിയായിട്ട് കണക്കുകൾ സമയത്തിന് കിട്ടുന്നില്ല. എന്നത്തിന് കേന്ദ്രത്തിലോട്ട് നോക്കി കേന്ദ്രത്തിനെ കുറ്റവും പറഞ്ഞ് ഈത്തരം വിളിച്ച് നടക്കുകയാണ്. ഇത് അങ്ങനെ പോയാൽ മതിയല്ലോ. രണ്ടും ഗവൺമെന്റുകളല്ലേ. രാഷ്ട്രീയം അവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കത് ഉപയോഗിക്കാം. ഭരണകാലത്ത് ഗവൺമെന്റുകൾ തമ്മിലുള്ള ഒരു ബന്ധം വേണ്ടേ? അവിടെ ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിട്ടുണ്ട് ക്യാബിനറ്റ് റാങ്കോട് കൂടി എല്ലാ സൗകര്യങ്ങളും ശമ്പളവും കൊടുത്തിട്ട്. ആ റിലേഷൻസ് പോലും ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ? എന്നിട്ട് ഇപ്പൊ വിദേശകാര്യ വകുപ്പ് വിദേശങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വകുപ്പിൽ ഏത് രീതിയിലാണ് കേരളം ഭരണം നടത്തുന്നത്? അപ്പൊ കേന്ദ്രത്തിനെതിരെ ഒരു കേരളം ഈ തടക്കണിയിൽ പോകുമ്പോൾ കേന്ദ്രമാണ് സഹായിക്കേണ്ടത്. ഈ കേന്ദ്രം 1 രൂപ കൊടുക്കാതിരുന്നാൽ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകും. 1 ലക്ഷം കോടി രൂപ ഇങ്ങനെ ഈ കടമടവിന് സംവിധാനത്തിന് വേണ്ടി സംസ്ഥാനങ്ങൾക്കായിട്ട് ബജറ്റ് നീക്കി വെച്ചിട്ടുണ്ട്. ഈ ബജറ്റിലുണ്ടത്, നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതുമാണ്. അതിന് എടുക്കാൻ ലോങ് ടൈം ആണ്. 40 വർഷം വരെ കൊണ്ട് തിരിച്ചടച്ചാൽ മതി. അത് പലിശരഹിത വായ്പയാണ്. പലിശരഹിത 5 പൈസ പലിശ കൊടുക്കണ്ട. അത് വേണ്ടേ? അപ്പൊ വലിയ പലിശ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വേൾഡ് ബാങ്കിൽ നോക്കി വാങ്ങിക്കുവോ? അങ്ങനെ വാങ്ങുന്നുണ്ടോ? കേന്ദ്രത്തിനോട് അയിത്തമാണോ? BJPയോടുള്ളതുപോലെ അയിത്തമാണോ? അങ്ങനെയാണോ ചെയ്യുന്നത്? ഇതൊക്കെ അതിപ്പോഴും ഉണ്ട്. ഈ ബജറ്റിലും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിന് പ്രത്യേകമായിട്ട് അത് പ്രഖ്യാപിച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിൽ എടുക്കാം. 40 വർഷം കൊണ്ട് തിരിച്ചടവാം. കടം തീർക്കാൻ വേണ്ടി, കടബാധ്യത തീർക്കാൻ വേണ്ടി ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബജറ്റിൽ ആ വാക്യം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതുമല്ല, നമ്മൾ യുദ്ധവും സമരവുമായിട്ട് പോയി കഴിഞ്ഞാൽ, ഭരണവും സമരവും എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നടക്കില്ല. വളരെ തന്ത്രപരമായ രീതിയിലാണ് തമിഴ്നാട് ഗവൺമെന്റ് പോകുന്നത്. അതും BJP വിരുദ്ധ ചേരിയാണ്. ഇതിനേക്കാൾ കടുത്ത BJP വിരോധികൾ. ആ രീതിയിലും നമ്മൾ സ്വീകരിക്കണം. കിട്ടാനുള്ളത് നമ്മൾ ഈ സമരം ചെയ്തല്ല വാങ്ങിക്കേണ്ടത്, പറഞ്ഞു ബോധ്യപ്പെടുത്തി വാങ്ങിക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത്. ആ കാര്യത്തിൽ സുരേഷ് ഗോപി മന്ത്രിയാണ്. അതുപോലെ തന്നെ ജോർജ് കുര്യൻ മന്ത്രിയുണ്ട്. നമുക്ക് ഇങ്ങനെ 2 മന്ത്രിമാരുണ്ട്. അവരുടെയൊക്കെ സഹായം വേണ്ടി വരും. സഹായം ചോദിക്കുന്നത് ഒരു ദുരഭിമാനമായിട്ട് കാണരുതാണ്. ഈ MP മാരെല്ലാം കൂടെ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടതാണല്ലോ. എന്നിട്ട് എന്തേ കിട്ടിയില്ല? കൈക്കാട് ഗസ്റ്റ് വെച്ച് മീറ്റിംഗ് നടത്തിയിട്ട് കിട്ടില്ല. അപ്പൊ കേന്ദ്ര മന്ത്രിമാരിടപെട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അവരെ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു നാണക്കേടെന്ന് തോന്നേണ്ട കാര്യമില്ല. ഇത് കേരളത്തിന്റെ കാര്യമാണ്, കേരളത്തിലെ ജനങ്ങളുടെ കാര്യമാണ്. അല്ല, അവരൊന്നും തന്നില്ലെന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയുന്ന രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. പ്രധാനമന്ത്രിയുടെ മന്ത്രി കസേര തെറിക്കുമെന്ന് പേടിച്ചാണോ ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരി കൊടുത്തത്? തീർച്ചയായിട്ടും അതിന് രാഷ്ട്രീയമുണ്ട്. അവർ പ്രത്യേക പാക്കേജ് കൊടുത്തില്ലല്ലോ. അവർ ചോദിച്ച സ്പീക്കർ സ്ഥാനം കൊടുത്തോ? ഇല്ലല്ലോ. അപ്പൊ ഇവിടെ പിന്നെ അതിനൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. മനസ്സിലായില്ല. ബഡ്ജറ്റിലെ ആന്ധ്രയ്ക്കും ബീഹാറിനും എന്തെല്ലാം ഉണ്ട്, പാക്കേജുകളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ബീഹാർ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു പിന്നാക്ക സംസ്ഥാനമാണ്. ഈ ആന്ധ്രയ്ക്കും ബീഹാറിനും
ഒന്നും കൊടുത്തില്ലെങ്കിൽ അവര് പിന്തുണ പിൻവലിക്കുമെന്ന് പേടിച്ചോണ്ടല്ലേ? എന്ന് മാത്രമല്ല, കിഫ്ബി പോലുള്ള ഉടായ്പകളൊന്നും അവർ കൊണ്ടുവരാറില്ല. ആന്ധ്രാപ്രദേശ് ഇപ്പം പുതിയ മുഖ്യമന്ത്രി ഇങ്ങോട്ട് ചാർജ് എടുത്തേ ഉള്ളൂ. അദ്ദേഹം അഴിമതിരഹിതനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നിതീഷ് കുമാർ 5 പൈസയുടെ അഴിമതിയില്ല, അതാണ് അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റ്. അവിടുത്തെ ക്രിമിനലുകളെയൊക്കെ ക്രിമിനൽ രാഷ്ട്രീയമായിരുന്നു അവിടെ. ആ ഗുണ്ടാരാജ് എന്ന് പറഞ്ഞാൽ അവിടെ കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ ഗയ കേന്ദ്രീകരിച്ചിട്ടുള്ള വിമാനത്താവളങ്ങളും സൗകര്യങ്ങളുമാണ്. വളരെ ആവശ്യമാണത്. കാരണം നേപ്പാൾ എന്ന് പറഞ്ഞാൽ രാജ്യം നാളെ ചൈനയോടൊപ്പം പോകുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിയാണ് ഇപ്പോഴുള്ളത്. നേരത്തെ അദ്ദേഹം വഴിക്കുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അപ്പൊ ഈ സൗകര്യങ്ങൾ വളരെയധികം ആവശ്യമാണ്. അതുപോലെ തന്നെ നേപ്പാളുമായിട്ട് തന്ത്രപരമായിട്ട് ജനങ്ങളുമായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടാക്കാനും അവിടെ ഗയയുടെ പുരോഗതി വളരെ ആവശ്യമാണ്. അതുപോലെ നളന്ദ സർവകലാശാലകളുടെയും അത് തന്ത്രപരമായ ഒരു നീക്കം കൂടി അതിന് കേന്ദ്രം ഒരു പ്രഖ്യാപനം നടത്താതിരുന്നാൽ കേരളത്തിന്റെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും? കേരളത്തിന്റെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ അങ്ങ് പോകും. ഈ ബജറ്റിന്റെ കൂട്ടത്തിൽ അതിന്റെ പുരോഗതി ഉണ്ടാവും. ഇപ്പൊ മുദ്രാ ലോണിന് തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള അലൊക്കേഷൻ വളരെയധികം കൂട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. അതിന്റെ എല്ലാം ബെനിഫിറ്റ് അതെല്ലാം കേരളത്തിനും കിട്ടും. അതുപോലെ തന്നെ 500 കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ എല്ലാവർക്കും ഇന്റേൺഷിപ്പ് ആ സമയത്ത് 5000 രൂപ അവർക്ക് സ്റ്റൈപ്പൻഡോട് കൂടി കിട്ടും. ഇതിന്റെ പ്രയോജനം കേരളീയർക്കും കൂടി അതൊന്നും ഒരിക്കൽ സബ്കാ സാത്ത് എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായിട്ട് കിട്ടും എന്നുള്ളത് നിസ്സംശയമായിട്ട് നമുക്ക് പറയാം. ഇതിന്റെ എല്ലാം നേട്ടം ഇപ്പൊ കേരളത്തിന്റെ ബജറ്റ് അല്ലല്ലോ ഇപ്പൊ അവതരിപ്പിച്ചത്, കേന്ദ്ര ബജറ്റ് അല്ലേ. ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായിട്ട് കിട്ടും. ഇപ്പൊ ജമ്മു കാശ്മീരിന് കിട്ടുന്നത് പോലെയോ ബീഹാറിന് കിട്ടുന്നത് പോലെയോ ആന്ധ്രാപ്രദേശിനോ കിട്ടുന്നത് പോലെയോ നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ അത് കിട്ടണ്ടേ, അപ്പുറത്തുള്ള കർണാടക അത് ആവശ്യപ്പെടുത്തല്ലേ, മഹാരാഷ്ട്രയോട് ആവശ്യപ്പെടുത്തല്ലേ. അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അത്ര വലിയ സൗഹൃദ ബന്ധങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ തമ്മിലുള്ള. സൗഹൃദ ബന്ധം വെച്ചാൽ ആണ് കുറേയൊക്കെ ഇതിനകത്ത് അലക്കവശം വരുന്നത്. അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സൂചികകളും ഒക്കെ തീർച്ചയായിട്ടും ഈ ബജറ്റിൽ വരും. ഗവൺമെന്റിന്റെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം കൂടെ ഉണ്ടെന്നുള്ള വാദം ഞാൻ സമ്മതിക്കും.